ആദിലയുടെയും നൂറയുടെയും ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപേ ഇത് കാണുന്നവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദിലയും നൂറയും അത്ര വലിയ ഗെയിമേഴ്സ് ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവർ ഗെയിം കൃത്യമായിട്ട് വേണ്ട സന്ദർഭങ്ങളിൽ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്നത്തെ ലൈവിൽ തന്നെ ആദിലയും നൂറയും കൃത്യമായിട്ട് നിവിനെ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിവിൻ പുറത്തു പോകേണ്ടി വന്നത്. നിവിനോട് കൃത്യമായിട്ട് പല പല സന്ദർഭങ്ങളിൽ പോയിട്ട് പറയുന്നുണ്ട്, നട്ടിലുണ്ടെങ്കിൽ ആണാണെങ്കിൽ പുറത്തു പോ എന്ന് പറയുന്നുണ്ട്. അത് നിവൃത്തിയില്ലാതെയാണ് നിവിൻ പുറത്തു പോകുന്നത്. പല സന്ദർഭങ്ങളിലും നിവിനും ആദിലയും നൂറയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിവിൻ പറഞ്ഞു ആദിലയും നൂറയും സ്പ്ലിറ്റ് ചെയ്യും, അവർ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വന്നവരാണ്, എന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ആദിലയുടെയും നൂറയുടെയും തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്താണ് ആദിലയും നൂറയും ശരിക്കും നിവിനെതിരെ പവർഫുള്ളായിട്ട് ഇപ്പം പ്രതികരിച്ചിരിക്കുന്നത്. നിവിൻ ശരിക്കും പുറത്തു പോയതാണോ അതോ ബിഗ് ബോസ് 7ൻ്റെ പണി കൊടുത്തതാണോ? നിവിൻ സീക്രട്ട് റൂമിലാണോ അതോ ഓണത്തിന് മുൻപ് നിവിനെ അകത്ത് കയറ്റുമോ? ഇതൊക്കെ നമുക്ക് പിന്നീട് ബിഗ് ബോസിൽ കാണാൻ പറ്റും.